നമസ്കാരം. കഴിഞ്ഞ ദിവസം കള്ളാടി ദുരന്ത ഭൂമിയില് അവിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ അവിടെ അപകടത്തിൽപ്പെട്ട ചിലരുടെ ബന്ധുക്കളും അവരുടെ നാട്ടുകാരും ഉത്തരേന്ത്യക്കാരാണ്. അവർ വന്ന് കേരളത്തെക്കുറിച്ച്, മലയാളത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ പിന്നിലുള്ള സത്യവും ഒരുമയും ഒക്കെ നമുക്കറിയാം. അതിനുശേഷം നടക്കുന്ന തമ്മിലടിയെ കുറിച്ച് നമുക്കറിയാം. ഏതായാലും മലയാളികളുടെ സേവന മനോഭാവം എന്ന് പറയുന്നത് അത് ദുരന്തങ്ങളിൽ പ്രകടമാകുന്നത് അസാധാരണമായ ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. ജാതി, മതം, രാഷ്ട്രീയം, പ്രാദേശികത ഇതൊന്നുമില്ല. ഇതെല്ലാം മറന്നിട്ട് മനുഷ്യത്വത്തിന്റെ ഒരൊറ്റ വികാരത്തിൽ ഒന്നിച്ചിറങ്ങുന്ന ഈ മനോഭാവം ലോകത്തിന് തന്നെ മാതൃകയാണ്. മറ്റെവിടെയും കാണാൻ കഴിയില്ല. കേരളം നേരിട്ടിട്ടുള്ള മഹാദുരന്തങ്ങൾ 2018 പ്രളയത്തില്, 2024 വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടല്, അതിനു മുമ്പ് വന്നിട്ടുള്ള പുത്തുമല കവളപ്പാറ, ഈ ഏകത നമ്മൾ ഇവിടെ എല്ലാം ശക്തമായി കണ്ടതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലയാളി കാട്ടുന്ന ഈ പരസ്പര സ്നേഹം, സന്നദ്ധത കേവലം താൽക്കാലികമായ ഒരു പ്രതികരണമല്ല, മറിച്ച് അത് അവരുടെ സാമൂഹിക ഘടനയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറുനാട്ടുകാർ മലയാളിക്ക് നന്ദി പറയുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഈ അത്ഭുതപ്പെടുത്തുന്ന കരുതൽ തന്നെയാണ്. അവർക്കത് സ്വപ്നമാണ്, അവിടെ നടക്കുന്ന കാര്യമല്ല. നമുക്കറിയാലോ, ഉത്തരേന്ത്യയിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് അവിടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ കേരളത്തിൽ അതല്ല അവസ്ഥ. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു 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 അപകടം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ എന്തെങ്കിലും ഒരു അപകടമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് എന്താണ് എന്ന് നോട്ടമൊന്നുമില്ല. അടുത്ത സെക്കൻഡിൽ എന്താണ് ചെയ്യേണ്ടത് അതങ്ങോട്ട് ചെയ്യും. ബാക്കി പിന്നെയാണ്. നിയമവും നീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ അതൊക്കെ അതിന്റെ വഴിക്ക് വരുമ്പോൾ വഴിയെ നോക്കാം എന്നതാണ് നിലപാട്. വയനാട് ദുരന്തത്തിൽ പെട്ടുപോയ ഹിമാചൽ പ്രദേശ് സ്വദേശികളായിട്ടുള്ള പ്രമോദ് റാണ, അങ്കുഷ്, കുൽവന്ത് റാണ എന്നിവരുടെ കുടുംബത്തിന്റെ വാക്കുകൾ മലയാളിയുടെ ഈ മനോഭാവത്തെ ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും അടിവരയിടുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ കാണാതായ തങ്ങളുടെ സഹോദരൻ വിക്രം റാണയെ കണ്ടെത്താൻ കേരളത്തിലെ സർക്കാരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും നൽകിയ പിന്തുണയെ അവർ കണ്ണീരോടെയാണ് സ്മരിക്കുന്നത്. മാത്രമല്ല നന്ദിപൂർവ്വം അതിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സംസ്ഥാനത്തെ സർക്കാർ പോലും 6 ദിവസമായി തങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ റവന്യൂ മന്ത്രി കെ രാജൻ, മുൻ മന്ത്രി എ പി അനിൽകുമാർ, ജനപ്രതിനിധിയായിട്ടുള്ള ടി സിദ്ദീഖ്, ജില്ലാ കളക്ടർ, ADM എന്നിവരടങ്ങുന്ന ഔദ്യോഗിക സംവിധാനവും പ്രാദേശിക ജനങ്ങളും തങ്ങൾക്ക് തണലായത്, തങ്ങളെ ചേർത്ത് പിടിച്ചത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദുരന്തമുഖത്ത് ജനപ്രതിനിധിയായ ടി സിദ്ദീഖ് തങ്ങൾക്കൊരു ദൈവതുല്യനായ ഹീറോയെ പോലെയാണ് കൂടെ നിന്നത് എന്ന ആ കുടുംബം ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ ജനപ്രതിനിധിയെ കുറിച്ച് അങ്ങ് വടക്ക് നിന്ന് സംസാരിക്കാൻ ആളുണ്ടല്ലോ. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തങ്ങളുടെ ഒപ്പം നിൽക്കുകയും താമസിക്കാൻ ഹോട്ടൽ മുറിയും ഭക്ഷണവും വാഹനവും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുകയും ചെയ്തതിലൂടെ വലിയൊരു മാനസിക പിന്തുണയാണ് അവർക്ക് ലഭിച്ചത് എന്ന് തുറന്നു പറയുന്നുണ്ട്. വിളിപ്പുറത്ത് എന്തിനും തയ്യാറായി നിന്ന ഇത്തരം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കേരള ഭരണ സംവിധാനത്തിന്റെ മനുഷ്യത്വപരമായ മുഖത്തെയാണ് സത്യത്തിൽ വിളിച്ചു പറയുന്നത്. NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, പോലീസ്, മാധ്യമപ്രവർത്തകർ ഇവർക്കൊക്കെല്ലാം ഒപ്പം പ്രാദേശിക ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തങ്ങളെ സഹായിച്ചത് എന്നും ഇന്ത്യ മുഴുവൻ കേരളത്തെ പോലെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യം മുഴുവൻ സ്വർഗമാകുമെന്നും അവർ വികാരാധീരരായിട്ട് പറയുന്നുണ്ട്. മനുഷ്യത്വം എന്താണെന്ന് തങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് കേരളത്തിൽ വെച്ചാണ് അത്രേ. ഈ ഉപകാരങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നും അവർ വ്യക്തമാക്കുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. നമുക്കറിയാലോ, 2018 പ്രളയകാലത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ജീവനോപാധിയായിട്ടുള്ള ബോട്ടുകളുമായി പ്രളയബാധിതരെ രക്ഷിക്കാൻ വന്നത് സ്വന്തം ചെലവിൽ ഇറങ്ങി പുറപ്പെട്ടത് മലയാളികളുടെ സേവന മനോഭാവത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമല്ലേ അത്. കടലിന്റെ മക്കള് കേരളത്തിന്റെ സൈന്യമായി മാറിയ 10,000-കണക്കിന് ജീവനുകളാണ് അന്ന് കാത്തു സൂക്ഷിച്ചത്. രാഷ്ട്രീയ മത വ്യത്യാസങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ച് ക്യാമ്പുകളിൽ യുവാക്കളും സന്നദ്ധ സേവകരുമെല്ലാം ഒരുമിച്ച് ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും വിതരണം ചെയ്ത് കേരളത്തിന്റെ പുറത്തുള്ള വിദേശ മലയാളികൾ പോലും തങ്ങളുടെ സമ്പാദ്യങ്ങൾ ദുരിതാശ്വാസ ഫണ്ടുകളിലേക്ക് ഒരുക്കി വലിയ മാതൃക കാണിച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കൈകോർത്ത ഒരുമയാണ് അന്ന് കേരളത്തിന്റെ തകർച്ചയിൽ നിന്നും വീണ്ടെടുത്തത്, വളരെ പെട്ടെന്ന് വീണ്ടെടുത്തത്. 2024 വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, മുണ്ടക്കൈ, ചൂരൽമല ആ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് സന്നദ്ധ സേവകരാണ് അണിനിരുന്നത്. സാധാരണ നിലയിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ആശയപരമായൊക്കെ വലിയ വ്യത്യാസങ്ങൾ പുലർത്തുന്ന സേവാഭാരതി, അതുപോലെ വൈറ്റ് കാർഡ്സ് വോളണ്ടിയേഴ്സ്, SDPI പ്രവർത്തകർ, ഇവരൊക്കെ തമ്മിൽ ഒരു നിലയ്ക്കും രാഷ്ട്രീയ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരല്ല. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും തമ്മിൽ അടിക്കുന്നു. അതുപോലെ പൊതു ഇടങ്ങളിൽ അവർ പരസ്പരം കൊമ്പുകോർക്കുന്നു. അതാണ് നിലവിലുള്ള അവസ്ഥ. പക്ഷെ ദുരന്ത ഭൂമിയിൽ അവരെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്നു. ഇതാണ് കേരളത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത്. SFI, DYFI, വ്യത്യസ്ത മത രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഘടനകളെല്ലാം ദുരന്ത ഭൂമിയിൽ ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടു. ചെളിയിലും കല്ലുകൾക്കിടയിലും പെട്ടുപോയ മനുഷ്യരെ തെരയുന്നതിലും
പരിക്കേറ്റവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിലും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയ മൃതദേഹങ്ങൾക്ക് അർഹമായ ആദരവോടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും ഇവർ കാട്ടിയിട്ടുള്ള ജാഗ്രത മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്, കാഴ്ചയായിരുന്നു അക്കാലത്ത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുമ്പ് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഓടിയെത്തുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ചരിത്രമുള്ളവരാണ് മലയാളികൾ. അതേ മനോഭാവം തന്നെയാണ് തങ്ങളുടെ മണ്ണിൽ ഒരു മറുനാട്ടുകാരൻ വന്ന് വിഷമിക്കുമ്പോഴും അവർ കാണിക്കുന്നത്. ദുരന്തം വരുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ഏത് നാട്ടുകാരനാണെന്നോ ഏത് ഭാഷക്കാരനാണെന്നോ നോക്കാതെ സഹായിക്കുന്ന ഈ ഒരു ഗുണം ദേശീയ തലത്തിൽ തന്നെ മലയാളിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. സ്കൂളുകളിലെയും കോളേജുകളിലെയും NSS, NCC, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സംഘടനകളിലൂടെ ചെറുപ്പം മുതലേ വിദ്യാർത്ഥികൾ വളർത്തിയെടുത്തിട്ടുള്ള സന്നദ്ധ സേവന മൂല്യങ്ങൾ ഇത്തരം വലിയ ദുരന്ത മുഖങ്ങളിൽ യുവാക്കൾ സജീവമായി പങ്കെടുക്കാനുള്ള കരുത്ത് നൽകുന്നുണ്ട്. ഈ സന്നദ്ധ സേവന മനോഭാവം കേരളത്തിന്റെ സാമൂഹിക ഘടനയുടെ യഥാർത്ഥ ശക്തിയാണ് വ്യക്തമാക്കുന്നത്. ഏത് വലിയ ഭിന്നത ഉണ്ടെന്നെങ്കിലും ഒരു പൊതു വിപത്ത് വരുമ്പോൾ മലയാളികൾ അതെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുമെന്ന് ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കള്ളാടിയിലും ദുരന്തബാധിതർക്ക് കേരളം നൽകിയിട്ടുള്ള ഈ ഏകതയും സഹായ സഹജീവിതവും വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമാണ്. മലയാളി എന്നത് കേവലം ഒരു ഭൂപ്രദേശത്തിന്റെ അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരുടെ ഒരു പേരല്ല, മറിച്ച് അത് ലോകത്തിന്റെ ഏത് കോണിലും കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സേവനത്തിന്റെയും പര്യായമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ദുരന്തമുഖങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ നന്ദി വാക്കുകൾ. പക്ഷേ നമ്മളെ മലയാളികൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എങ്കിലും സാമൂഹ്യ ജീവിതത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ നമ്മൾ അകൽച്ച തുടങ്ങിക്കഴിഞ്ഞു. Different angles. Don't forget to subscribe and support this channel.